അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബത്തി ത്വയ്യിബീൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് ذلك يوم مجموع له الناس وذلك يوم مشهود. സ്നേഹമുള്ള രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും യഥോചിതം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള വിശാലമായ സ്വർഗത്തിനു വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നമുക്കറിയാവുന്നതുപോലെ ഈ ദാറു തൻസീലിൽ വെച്ച് നടത്തപ്പെടുന്ന കുടുംബ വിജ്ഞാന വേദിയിൽ സന്തോഷപൂർവം റബ്ബിനെ കാണാൻ എന്ന വിഷയത്തിന്റെ 5ാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത്. വിചാരണയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പ്രധാനമായും ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ലോകത്തിന് ഒരു അവസാനമുണ്ടെന്നും അത് എപ്പോഴാണ് എന്ന് അള്ളാഹു ആർക്കും അറിയിച്ചു തന്നിട്ടില്ലെന്നും എന്നാൽ അതിന് ചില അടയാളങ്ങൾ ഉണ്ടെന്നും പെട്ടെന്നായിരിക്കും അത് സംഭവിക്കുക എന്നും ഒരു വെള്ളിയാഴ്ചയായിരിക്കും അത് ഉണ്ടാവുക എന്നും ആ സമയത്ത് ഒരാൾക്കും തന്റെ കുടുംബത്തിലേക്കൊന്ന് തിരിച്ചു പോകാൻ അവസരമില്ലാത്ത വിധം എല്ലാവരും മരണത്തിന് കീഴടങ്ങേണ്ടി വരുമെന്നുമൊക്കെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ലോകാവസാനത്തിന്റെ ഭീകരതയും ഭയാനകതയും ഓർമ്മപ്പെടുത്തുന്ന ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ലോകം അവസാനിക്കുന്നു എന്നു മാത്രമല്ല, മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടുന്ന മറ്റൊരു ലോകം വരാനുണ്ട് എന്നതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസങ്ങളിൽ ഒന്ന്. അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങളുടെ നെടുന്തൂണുകൾ എന്നറിയപ്പെടുന്ന 6 കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പാരത്രിക ലോകത്തുള്ള, ആഖിറത്തിലുള്ള ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന വിശ്വാസം. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, പരലോകത്തിൽ അവർ ദൃഢമായി വിശ്വസിക്കുന്നു എന്നാണ് ഖുർആൻ ഉപകാരപ്പെടുന്ന മുഅ്മിനീങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നാം പറഞ്ഞിരുന്നത് പോലെ കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള മലക്ക് ഇസ്രാഫീൽ ആദ്യ തവണ ഊതുമ്പോൾ ലോകത്തുള്ളതെല്ലാം നിശ്ചലമായി മരണപ്പെട്ടു പോവുകയും എന്നാൽ 2ാമത്തെ ഊത്തോടു കൂടി ആ മരിച്ചു വീണവരെല്ലാം, മറിഞ്ഞു വീണവരെല്ലാം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ 39ാം അധ്യായം സൂറത്ത് സുമറിലെ 68ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്. വനുഫിഖ ഫിസ്സൂർ ഫസഇഖ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർള് ഇല്ലാ മൻ ഷാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെടും, അള്ളാഹു ഉദ്ദേശിച്ചവരൊഴികെ ആകാശഭൂമികളിൽ ഉള്ളവരെല്ലാം ചലനമറ്റ് വീഴുന്ന അവസ്ഥയുണ്ടാകും.
കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി നമ്മൾ പറഞ്ഞതാണ്. തുടർന്ന് അള്ളാഹു പറയുകയാണ്, സുമ്മ നുഫിഖ ഫീഹി ഉഖ്റാ, വീണ്ടും ഒരിക്കൽ കൂടി കാഹളത്തിൽ ഊതപ്പെടും. ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, ഫഇദാഹും ഖിയാമുൻ യൻദുറൂൻ, അപ്പോഴതാ അവർ എഴുന്നേറ്റ് നോക്കുകയാണ്. ആ മരണത്തിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വരികയാണ്. അപ്പൊ വീണ്ടും അള്ളാഹു നമ്മെ സൃഷ്ടിക്കുകയും ആ സമയത്ത് ഓരോരുത്തരും അവിടെ നിന്ന് എഴുന്നേറ്റ് വരികയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബൈന നഫഖതൈനി 40, ആ രണ്ട് ഊത്തുകൾക്കിടയിൽ 40 ഉണ്ടാകും എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അത് 40 ദിവസമാണോ മാസമാണോ വർഷമാണോ എന്നൊന്നും ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ യുൻസിലുല്ലാഹു മിനസ് സമാഇ മാആ, പിന്നീട് അല്ലാഹു അവിടേക്ക് ആകാശത്ത് നിന്നൊരു മഴ പെയ്യിപ്പിക്കും. ആകാശത്ത് നിന്ന് അല്ലാഹു ഭൂമിയിലേക്ക് ഒരു മഴ വർഷിക്കുകയാണ്. ഫയംബുതൂന കമാ യംബുതുൽ ബഖൽ, ചീര മുളച്ചു വരുന്നത് പോലെ അന്ന് മനുഷ്യർ അവരുടെ ഖബറിടങ്ങളിൽ നിന്ന് മുളച്ചു വരുന്നതാണ്, എഴുന്നേറ്റ് വരുന്നതാണ്. സഹോദരങ്ങളെ, എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വലൈസ മിനൽ ഇൻസാനി ശൈഉൻ ഇല്ലാ യബ്ല ഇല്ലാ അൽമൻ വാഹിദ, മനുഷ്യർ മരിച്ചുപോയാൽ അവരുടെ ശരീരത്തിൽ മണ്ണോട് ചേരുന്ന എല്ലാം ചേർന്നു പോവുകയും അവന്റെ വാൽക്കുറ്റിയൊഴികെ അല്പം ചില എല്ലിന്റെ ഒരു അംശമൊഴികെ മണ്ണിനോട് ചേർന്ന് പോകാതിരിക്കുകയും ചെയ്യും. വഹുവ അജ്ബുൽ ദനബി, അത് വാൽക്കുറ്റിയാണ്. വമിൻഹു യുറക്കബുൽ ഖൽഖു യൗമൽ ഖിയാമ, അതിൽ നിന്നാണ് വീണ്ടും മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ലോകം അവസാനിക്കുകയും മഴ പെയ്യുകയും മനുഷ്യർ ചീര മുളച്ചു വരുന്നത് പോലെ മുളച്ചു വരികയും ചെയ്യുമ്പോൾ ലോകത്താദ്യമായി പരലോക ജീവിതത്തിലേക്ക് എഴുന്നേറ്റ് വരുന്നത് നമ്മുടെ നേതാവ് നബിയുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും. പ്രവാചകൻ പറയുകയാണ്, അന സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, മനുഷ്യരുടെ നേതാവ് അന്ത്യനാളിൽ ഞാനായിരിക്കും. വഅവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബർ, ഖബർ പിളർന്ന് ആദ്യം പുറത്തേക്ക് വരുന്നവൻ ഞാനായിരിക്കും. വഅവ്വലു ഷാഫിഇൻ വഅവ്വലു മുശഫിഇൻ, ആദ്യമായി ശുപാർശക്ക് അനുവാദം നൽകപ്പെടുന്നതും ആദ്യമായി ശുപാർശ ചെയ്യുന്നതും ഞാനായിരിക്കും. ആദ്യമായി ശുപാർശക്ക് അനുവാദം നൽകപ്പെടുന്ന ശുപാർശ ചെയ്യുന്ന വ്യക്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിരിക്കും എന്ന് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അവിടെ നിന്നുകൂടി പറഞ്ഞു, ഞാനാണ് ആദ്യം ഖബർ പിളർന്ന് പുറത്തു വരുന്നതെങ്കിലും ഞാൻ പുറത്തെത്തി റബ്ബിലേക്ക് ചെല്ലുമ്പോൾ റബ്ബിന്റെ അർശിനരികിൽ എനിക്ക് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇസ്തബ്ബ റജുലുൻ മിനൽ മുസ്ലിമീന വറജുലുൻ മിനൽ യഹൂദ്, ജൂതന്മാരിൽപ്പെട്ട ഒരു വ്യക്തിയും മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിയും തമ്മിൽ തർക്കമുണ്ടായി. فقال المسلم والذي اصطفى محمدا على العالمين في قسم يقسم به, അള്ളാഹുവിന്റെ പ്രവാചകനെ ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠനായി തെരഞ്ഞെടുത്ത അള്ളാഹുവാണ് സത്യം എന്ന് മുസ്ലിം പറയുകയുണ്ടായി. അപ്പോൾ ജൂതനായ വ്യക്തി പറഞ്ഞു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ ലോകത്ത് തെരഞ്ഞെടുത്ത അള്ളാഹുവാണ് സത്യം എന്ന് ജൂതനും പറയുകയുണ്ടായി. ഇതായപ്പോൾ ആ മുസ്ലിമിന് ദേഷ്യം വരികയും തന്റെ കൈകൊണ്ട് ജൂതനെ അടിക്കാൻ ശ്രമിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പരാതിയെത്തുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് പറയുകയാണ്, ലാ തുഖയ്യിറൂനി അലാ മൂസ, മൂസ നബിയേക്കാൾ വലിയവനാണെന്ന് നിങ്ങൾ എന്നെ കുറിച്ച് പറയല്ല. ഫഇന്നന്നാസ യസ്അഖൂന യൗമൽ ഖിയാമ, എല്ലാ മനുഷ്യരും അന്ത്യദിനത്തിന്റെ അന്ന് മറിഞ്ഞു വീഴും, മരിച്ചു വീഴും. ഫഅകൂനു അവ്വലു മൻ യുഫീഖ്, പിന്നീട് ആദ്യം എഴുന്നേറ്റ് വരുന്നത് ഞാനായിരിക്കും. ഫഇദാ മൂസ ബാതിഷും ബിജാനിബിൽ അർശ്, അപ്പോൾ എനിക്ക് അവിടെ അർശിനരികിൽ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയെ കാണാൻ സാധിക്കും. ഈ ഹദീസ് വിശദീകരിക്കുമ്പോ പണ്ഡിതന്മാർ പറഞ്ഞു, പ്രവാചകന്മാരിൽ ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നതിൽ തർക്കമില്ലെങ്കിലും അതിന്റെ പേരിൽ നിങ്ങൾ തർക്കിക്കരുത്, നിങ്ങൾ അതിന്റെ പേരിൽ പരസ്പരം വിദ്വേഷം വെക്കരുത്. ഈ പ്രവാചകൻ മോശം, ആ പ്രവാചകൻ ഉഷാർ എന്നിങ്ങനെ നിങ്ങൾ പറഞ്ഞു പോകരുത്. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി, പ്രവാചകന്മാർക്കിടയിൽ നമുക്ക് വേർതിരിവില്ല.
പ്രവാചകന്മാർക്ക് ചില ഫളിലുകൾ വ്യത്യാസമുണ്ട്. ഇപ്പോ 25 പ്രവാചകന്മാരുടെ പേരാണ് വിശുദ്ധ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. അതിൽ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഇസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ചതുപോലെ ക്ഷമിക്കണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അവരാരൊക്കെയാണ്? നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരെക്കാളും ശ്രേഷ്ഠതയുണ്ടെങ്കിലും ഇന്ന ആൾ മോശം, ആ വ്യക്തി മാത്രം ഉഷാർ എന്നിങ്ങനെ പറയാൻ പാടില്ല എന്നാണ് അവിടെ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞതിന്റെ ചുരുക്കം. ഇനി നോക്കൂ നിങ്ങൾ, ആളുകൾ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്തുണ്ടാകുന്ന അവസ്ഥ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, ഇന്നകും മഹ്ശൂറൂൻ ഹുഫാതൻ ഉറാതൻ ഗുർലാ. ആ മനുഷ്യര് എല്ലാവരും അവിടെ വരുന്ന രംഗം റസൂലുള്ള വിശദീകരിക്കുക. ഇന്നകും മഹ്ശൂറൂൻ, നിങ്ങൾ പരലോകത്ത് ഒരുമിച്ച് കൂട്ടപ്പെടും. ഹുഫാതൻ, കാലിൽ ചെരുപ്പില്ലാത്തവരായി, ഉറാത്തൻ, ശരീരത്തിൽ വസ്ത്രമില്ലാത്തവരായി, ഗുർലൻ, ചേലാകർമ്മം ചെയ്യാത്തവരായി നിങ്ങൾ കടന്നു വരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ആ ഒരു സമയത്ത് വിവസ്ത്രരായി, നഗ്നപാതരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി വരുമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനിലെ ഒരു ആയത്ത് ഓതുന്നുണ്ട്. കമാ ബദഇനാ അവ്വല ഖൽഖിൻ നുഈദുഹു. ആദ്യ തവണ സൃഷ്ടിച്ചതുപോലെ വീണ്ടും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ഉമ്മ പ്രസവിക്കുന്ന സമയത്ത് ഒരു കുട്ടി എങ്ങനെയാ? അങ്ങനെ വസ്ത്രമില്ലാതെ, ചെരുപ്പില്ലാതെ, ചേലാകർമ്മം ചെയ്യപ്പെടാതെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. ഞാൻ പറഞ്ഞ വാഗ്ദാനം ഞാൻ പാലിക്കുക തന്നെ ചെയ്യും. അല്ലാഹ് പറയാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആദ്യ രൂപത്തിലേക്ക് മനുഷ്യൻ മടക്കപ്പെടും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അന്നിസാഉ വൽരിജാലു ജമീഅൻ യൻളുറു ബഅ്ദുഹും ഇലാ ബഅദ്. സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസത്തിൽ, ആ മഹ്ശറിൽ നഗ്നരായാൽ പരസ്പരം നോക്കിപ്പോകില്ലേ? ഖാല റസൂലുള്ള പറയുകയാണ്, യാ ആയിഷ, പുന്നാര ആയിഷ, അല്ലംറു അശദ്ദു മിൻ അൻ യൻളുറ ബഅ്ദുഹും ഇലാ ബഅദ്. പരസ്പരം നോക്കുക എന്നതിനേക്കാൾ കാര്യം ഗൗരവത്തിലായ ദിവസമല്ലേ? ആരെ നോക്കാനാ? ആർക്കും അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ലാത്ത ദിവസമല്ലേ? ആരും ആരെയും നോക്കും, ചർച്ച ചെയ്യൊന്നുമില്ല. ഓരോരുത്തരും അവനവന്റെ തടി സലാമത്താക്കാൻ വല്ല മാർഗവുമുണ്ടോ എന്ന് അന്വേഷിച്ച് നെട്ടോട്ടമോടുന്ന ദിവസമല്ലേ അത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരു ഹദീസിൽ കാണാം, പിന്നീട് അവിടെ ആദ്യമായി വസ്ത്രം ധരിപ്പിക്കപ്പെടുക ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅവ്വലു മൻ യുക്സാ യൗമൽ ഖിയാമഹ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്കാണ് ആദ്യമായി വസ്ത്രം നൽകപ്പെടുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, ഹദീസുകളിൽ സ്ഥിരപ്പെട്ടത് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇനി മാത്രമല്ല, ആ പരലോകത്ത്, ആ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരാളെയും അല്ലാഹു വിട്ടുപോകാത്ത വിധമായിരിക്കും അവിടെ ഒരുമിച്ച് കൂടുക. ലം നുഗാദിർ മിൻഹും മഹദാ. അവരിൽ ഒരാളെയും നാം വിട്ടുപോവുകയില്ല. ആദ്യത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമ മുതൽ അവസാനം മരിക്കുന്ന അന്ത്യ ദിനത്തോടനുബന്ധിച്ച് മരിക്കുന്നവർ വരെ മുഴുവൻ ആളുകളും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും എന്നാണ്. അതിൽ ജനങ്ങൾ വ്യത്യസ്തരായിരിക്കും. അവിടെ വെച്ച് അവിശ്വാസികളും പാപികളുമായ ആളുകൾ നിന്ദ്യരാകുന്ന, നിരാശരാകുന്ന, ആകെ പ്രയാസപ്പെടുന്ന, ബേജാറാകുന്ന രംഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാണ്, ഖാശിയതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല ദാലിക യൗമുൽ ലദീ കാനൂ യുഅദൂൻ.
ഖാശിയത്തൻ അബ്സാറുഹും തർഹഖുഹും ദില്ല, മുഖത്ത് നിന്ദ്യത വലയം ചെയ്തിട്ട് കണ്ണുകളൊക്കെ ആകെ നിരാശരായിട്ട് തുറിച്ചു നിൽക്കുന്ന, ധൃതിപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാൻ കഴിയുമോ എന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദർ റഹ്മാൻ വസദഖൽ മുർസലൂൻ. ആ ഉറക്കിൽ നിന്ന് ഇങ്ങനെ ഉണർന്നു വരുമ്പോഴേ ഈ ഭീകരത കണ്ടിട്ട് വീണ്ടും ജീവിക്കപ്പെടുന്നത് പ്രയാസകരമായ അവസ്ഥയിലേക്കാണ് എന്ന് മനസ്സിലായിട്ട് അവർ വിളിച്ചു പറയുകയാണ്, ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, മൻ ബഅസനാ മിൻ മർഖദിനാ, ആരാ ഞങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർത്തിയത്, ആരാണ് ഈ മഹ്ശറിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത് എന്ന് അവരിങ്ങനെ വിളിച്ചു പറയും എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത്, ഇത് സൂറത്തു യാസീനിലെ 52-ാമത്തെ ആയത്താണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 14-ാം അധ്യായം സൂറത്തു ഇബ്രാഹിമിലെ 42-43 ആയത്തുകളിൽ പറയുകയാണ്, ഇന്നമാ യുഅഖിറുഹും ലിയൗമിൻ തശ്ഖസു ഫീഹിൽ അബ്സ്വാർ. ഒരു ദിവസം മനുഷ്യരെ മുഴുവൻ ഒരുമിച്ച് കൂട്ടും. എന്താണ് ആ ദിവസത്തിന്റെ പ്രത്യേകത? കണ്ണുകൾ തള്ളിപ്പോകുന്ന ദിവസമാണ്. പേടിച്ച് ഭയവിഹുലരായി കണ്ണുകൾ പുറത്തേക്ക് തുറിച്ചു വരുന്ന ദിവസമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്, അവരിങ്ങനെ തലകൾ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ദൃഷ്ടികൾ അവരിലേക്ക് തിരിച്ചു വരാത്ത വിധം തുറിച്ചു നിന്ന് അവരുടെ മനസ്സുകൾ ശൂന്യമായി എന്ത് ചെയ്യണമെന്നറിയാതെ ബേജാറായി നിൽക്കുന്ന ദിവസമായിരിക്കും അത്. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറഞ്ഞു, വഅൻദിർഹും യൗമൽ ലസിഫ ഇദിൽ ഖുലൂബു ലദൈൽ ഹനാജിരി കാളിമീൻ. അവിടെ ഹൃദയങ്ങളുണ്ടല്ലോ, അതിങ്ങനെ തൊണ്ടക്കുഴികൾ അടുക്കിലേക്ക് വരുന്നത് പോലെ തോന്നുന്ന ദിവസമാണത്. പരലോകത്ത് ഇങ്ങനെ ചെന്ന് നിൽക്കുമ്പോഴേ ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് തോന്നുന്ന രൂപത്തിലായിരിക്കും മുഖദ്ദിബീങ്ങൾ, ദൈവനിഷേധികൾ, പരലോക നിഷേധികൾ അവിടെ ഹാജരാക്കപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, ആ മഹ്ശറിലാണ് ഇതാ നാം കാണുന്ന സൂര്യൻ ഒരു മൈൽ മുകളിലേക്ക് അടുപ്പിക്കപ്പെടുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുദ്ന ശംസ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ സൂര്യൻ അടുപ്പിക്കപ്പെടും മിനൽ ഖൽഖി, സൃഷ്ടികളിലേക്ക്, ഹത്താ തകൂന മിൻഹും കമിഖ്ദാരി മീൽ, ഒരു മൈൽ മുകളിലേക്ക് വരുന്നത്ര സൂര്യൻ അടുപ്പിക്കപ്പെടുകയാണ്. 13.5 ലക്ഷം ഭൂമി കൊണ്ടുപോയി വെക്കാൻ മാത്രം വലുപ്പമുണ്ട് സൂര്യന്. പക്ഷേ നമ്മൾ ചെറിയ ഒരു പപ്പടവട്ടത്തിലാ സൂര്യനെ കാണുന്നത്. എന്തേ കാരണം? അത്രയും ദൂരെയാണ് സൂര്യൻ. എന്നിട്ടും നമുക്ക് ചൂട് സഹിക്കാനാകുന്നില്ലെങ്കിൽ ആ സൂര്യൻ ഒരു മൈൽ മുകളിലേക്ക് അടുപ്പിക്കപ്പെടും. റസൂലുള്ളാഹി പറഞ്ഞു, യുറഖുന്നാസ് യൗമൽ ഖിയാമ, അന്ത്യനാളിൽ മനുഷ്യർ അവിടെ ചെന്ന് നിൽക്കുമ്പോ വിയർപ്പിൽ മുങ്ങിയാണ് നിൽക്കുക. ഹത്താ യദ്ഹബ അർഖുഹും ഫിൽ അർളി 70 ദിറാ, 70 മുഴം നീളം ആ വെള്ളമുണ്ടാകും, വിയർപ്പ് ഉണ്ടാകും. വയുൽജിമുഹും ഹത്താ യബ്ലുഗ ആദാനഹും, ചിലരുടെ ചെവി വരെ ആ വിയർപ്പ് എത്തിയിട്ടുണ്ടാകും, ചിലരുടെ മാറിടം വരെ, ചിലരുടെ അരയിടം വരെ, ചിലരുടെ കാൽമുട്ട് വരെ, ചിലരുടെ നെരിയാണി വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ സമയത്ത് അവിശ്വാസികളുടെ, മുശ്രിക്കുകളുടെ കർമ്മങ്ങൾ ശൂന്യമായി പോകും എന്ന് അവർ മനസ്സിലാകും എന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സഹോദരങ്ങളെ, അവിടെയാണ് വിചാരണയ്ക്ക് വേണ്ടി മുഴുവൻ മനുഷ്യരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നത്. വിചാരണയുടെ വിവിധ ഘട്ടങ്ങൾ വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും വിശദമായി പറയുകയല്ല. എന്നാലും നാം ചെയ്ത ഓരോ കാര്യങ്ങൾക്കും വിചാരണയുണ്ട് എന്ന ബോധം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു പറയാണ്, ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഇന്ന ഇലൈനാ ഇയാബഹും, തീർച്ചയായും എല്ലാവരുടെയും മടക്കം എന്നിലേക്കാണ്. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, പിന്നീട് അവരുടെ എല്ലാം വിചാരണയും എന്റെ മേൽ ബാധ്യതയുള്ള കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അംബിയാ 21-ാം അധ്യായം തുടങ്ങിയത് തന്നെ എങ്ങനെയാണ്? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, ജനങ്ങൾക്ക് അവരുടെ വിചാരണ അടുത്തു വന്നിട്ടുണ്ട്, വിചാരണയുടെ ദിവസം വരാനുണ്ട്.
ആ വിചാരണയെ സന്തോഷത്തോടെ നേരിടാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹ് പറയാണ്, വിശ്വസിക്കാത്ത ആളുകൾക്ക്, വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കാത്തവർക്ക് വലിയ നഷ്ടവും നാശവുമാണ് വരാനുള്ളത്. ഇന്ന ജഹന്നമ കാനത് മിർസ്വാദാ ലിത്വാഗീന മആബാ ലാബിസീന ഫീഹാ അഹ്ഖാബാ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ ജസാഅൻ വിഫാഖാ ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ ലാ യർജൂന ഹിസാബാ. വിചാരണയുണ്ടെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നില്ല, വിചാരണയുണ്ടെന്ന് അവർ മനസ്സിലാക്കിയില്ല. നഷ്ടക്കാരാരാണ്? ഇന്നഹും കാനൂ ലാ യർജൂന ഹിസാബാ. ഇവിടെ ചെയ്തതിനൊക്കെ പരലോകത്ത് വിചാരണക്ക് വിധേയരാകേണ്ടി വരുമല്ലോ എന്ന ബോധമില്ലാത്ത ആളുകളാണ് അവരെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നബഇന്റെ അവസാന ഭാഗത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് വിചാരണ ഉണ്ട് എന്ന ഉറച്ച ബോധം നമുക്കുണ്ടാകണം. അറബി ലോകത്ത് അറിയപ്പെട്ട ഒരു പഴഞ്ചൊല്ലും മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിലും പ്രഭാഷണങ്ങളിലും ആവർത്തിച്ചു പറയുന്നതുമായ ഒരു വാചകമാണ് ഹാസിബു ഖബ്ല അൻ തുഹാസബു. ഹാസിബു, ജനങ്ങളെ നിങ്ങളെ തന്നെ വിചാരണ ചെയ്തോളൂ. ഖബ്ല അൻ തുഹാസബു, പരലോകത്ത് വിചാരണക്ക് വിധേയമാകും മുമ്പ്. അള്ളാഹുവിന്റെ കോടതിയിൽ നിങ്ങളെ ഓരോ കാര്യങ്ങൾക്കും വിചാരണക്കെടുക്കും മുമ്പ് നിങ്ങളെ തന്നെ ഒന്ന് വിചാരണക്ക് വിധേയമാക്കണമെന്ന് പണ്ഡിതന്മാർ ആവർത്തിച്ച് പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പരലോകത്ത് വിചാരണയുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഏറ്റവും നല്ല സന്തോഷകരമായ അവസ്ഥയുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗ്രന്ഥം വലതു കൈയിൽ കിട്ടി സന്തോഷിക്കുന്ന ആളുകളുടെ വാചകമായി എടുത്തു പറഞ്ഞത് എന്താണെന്നറിയോ? അവർ പറയുമത്രേ, ഇന്നീ ലനൻതു അന്നീ മുലാഖിൻ ഹിസാബിയ, ഇന്നീ ലനൻതു അന്നീ മുലാഖിൻ ഹിസാബിയ. ഇങ്ങനൊരു വിചാരണ ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു, ഇങ്ങനൊരു വിചാരണക്ക് വിധേയരാകേണ്ടി വരുമെന്ന് ഞാൻ മുമ്പേ വിചാരിച്ചിരുന്നു, അറിഞ്ഞിരുന്നു, വിശ്വസിച്ചിരുന്നു. ഫഹുവ ഫീ ഈശത്തിർ റാളിയ, അവൻ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലേക്ക് തള്ളപ്പെടും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആർക്കാ സഹോദരങ്ങളെ അതുള്ളത്? ഇന്നി ലനൻതു അന്നി മുലാഖിൻ ഹിസാബിയ, എനിക്കൊരു വിചാരണയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്ന അവസ്ഥ, സഹോദരങ്ങളെ, സന്തോഷകരമായ അവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണമെന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നോക്കൂ, നിങ്ങൾ വിചാരണയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഘട്ടങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മഹ്ശറിൽ മനുഷ്യർ മുഴുവൻ ഒരുമിച്ച് കൂടി അവരെ വിചാരണക്കെടുക്കും. വിചാരണക്കെടുക്കും മുമ്പ് നടക്കുന്ന ഷഫാഅത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആ മഹ്ശറിലുള്ള വിവിധ ഘട്ടങ്ങൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നു. അതിൽ ഒന്നാമത്തത് എന്താണെന്നറിയോ? നമ്മൾ ചെയ്തതൊക്കെ നമുക്കൊന്ന് കാണിച്ചു തരിക എന്നതാണ് ഒന്നാമത്തെ കാര്യം. പ്രദർശനമാണ്. നമ്മുടെ കർമ്മങ്ങൾ നമുക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക എന്നതാണ് വിചാരണയുടെ ഒന്നാമത്തെ ഘട്ടം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാര്യം പറഞ്ഞു. ലൈസ അഹദുൻ യുഹാസബു യൗമൽ ഖിയാമ ഇല്ലാ ഹലക്. നിങ്ങളിൽ ഒരാളും തന്നെയില്ല അല്ലാഹു എങ്ങാനും വിചാരണക്കങ്ങ് എടുത്തു കഴിഞ്ഞാൽ നഷ്ടം അനുഭവിക്കാത്തവരായി ആരുമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫഖുൽതു, അപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖദ് ഖാലല്ലാഹു തആല, അല്ലാഹ് തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീനി ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ആരുടെ ഗ്രന്ഥമാണോ, ആരുടെ രേഖയാണോ വലതു കൈയിൽ നൽകപ്പെടുന്നത് അവർക്ക് ലളിതമായ വിചാരണയായിരിക്കും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെന്താ, ആര് വിചാരണക്ക് വിധേയമായാലും അവര് കുടുങ്ങും, നശിക്കും എന്നൊക്കെ താങ്കൾ പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ദാലിക്കൽ അർളു വലൈസ അഹദുൻ യുനാഖിഷുൽ ഹിസാബ യൗമൽ ഖിയാമ ഇല്ലാ ഉസിബ്. ആയിഷ, ആ പറഞ്ഞത് ഒരു കേവല പ്രദർശനം മാത്രമായിരിക്കും. അവരെ ഓരോരോ കാര്യങ്ങൾ അല്ലാഹു വിചാരണക്ക് എടുക്കൂല. അത് കേവലം ഒന്ന് പ്രദർശിപ്പിച്ചിട്ട് വിചാരണ എളുപ്പമാക്കിയിട്ട് കൊണ്ടുപോകുന്ന വിഭാഗമാണ്. അതല്ലാതെ വിചാരണക്ക് ഓരോന്നും എടുക്കുന്ന ആളുകൾ
അവർ കുടുങ്ങുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, വിചാരണ ലളിതമാകാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഉമ്മത്തിൽ നിന്ന് ഓരോരുത്തരുടെയും അമലുകളിൽ ആദ്യമായി വിചാരണക്കെടുക്കുക നമസ്കാരത്തിന്റെ കാര്യമായിരിക്കും. ആ നമസ്കാരത്തിൽ അവൻ ന്യൂനതകളില്ലെങ്കിൽ, പോരായ്മകളില്ലെങ്കിൽ, വീഴ്ച വരുത്തിയിട്ടില്ലെങ്കിൽ, കൃത്യമായി അവൻ നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള വിചാരണ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് എളുപ്പമാക്കി കൊടുക്കും. നമസ്കാരത്തിന്റെ കാര്യത്തിൽ വീഴ്ചകൾ വരുത്തിയവനാണെങ്കിൽ, സമയം തെറ്റിച്ച് നമസ്കരിച്ചവനാണെങ്കിൽ, തോന്നുമ്പോൾ മാത്രം നമസ്കരിച്ചവനാണെങ്കിൽ, ഖുശൂ ഇല്ലാതെ നമസ്കരിച്ചവനാണെങ്കിൽ, നമസ്കാരത്തിന്റെ ദിക്റുകളും ദുആകളും ഒന്നും മനസ്സിലാക്കാതെ കേവലം ചടങ്ങ് മാത്രം തീർത്തുപോയവനാണെങ്കിൽ അവിടുന്ന് അങ്ങോട്ടുള്ള വിചാരണ കഠിനമായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, അപ്പോൾ ആദ്യത്തേത് എന്താണെന്നറിയോ? നമ്മളെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരും, ഞാൻ ചെയ്തത് എന്തൊക്കെയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തരും. നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും ഖുർആൻ പറഞ്ഞു, യുനബ്ബഉൽ ഇൻസാനു യൗമഇദിൻ ബിമാ ഖദ്ദമ വഅഖർ. മനുഷ്യൻ മുൻകൂട്ടി ചെയ്തതും പിന്നോട്ട് വെച്ചതും അവൻ ചെയ്ത നന്മകളും തിന്മകളും എന്താണെന്ന് അവന്റെ മുന്നിൽ പറയപ്പെടും. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു പറയാണ്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ളറാ വമാ അമിലത് മിൻ സൂ തവദ്ദു ലൗ അന്ന ബൈനഹാ വബൈനഹു അമദൻ ബഈദാ. അതാ മനുഷ്യന്റെ മുന്നിൽ അവൻ ചെയ്ത ഓരോ കർമ്മങ്ങളും കാണിക്കപ്പെടുകയാണ്. അവൻ ചെയ്ത നന്മകളാണെങ്കിൽ അവന് സന്തോഷമാണ്, അവൻ ചെയ്ത തിന്മകളാണെങ്കിൽ ഇതൊന്നുമില്ലാതിരുന്നെങ്കിൽ എന്ന് അവൻ വിലപിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചെയ്ത ഓരോന്നും ഇങ്ങനെ കാണിക്കപ്പെടുമ്പോ, സുഹൃത്തുക്കളെ, ഇവിടെ ഇരുന്ന് അള്ളാഹുവിന്റെ ദീന് ചർച്ച ചെയ്ത ഈ ഇരുത്തം അവിടെ ഉണ്ടാകണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നാം പഠിക്കുന്ന ഖുർആൻ പഠനം അവിടെ പ്രദർശിപ്പിക്കുന്ന നന്മയുടെ ഭാഗത്തുണ്ടാകണം. നാം നടത്തുന്ന ദഅവത്ത്, ഓരോ വീടുകളും കയറി ഇറങ്ങി ഒരു നന്മയുടെ സന്ദേശം പറയാൻ നാം കാലിൽ പുരണ്ട ആ പൊടിയില്ലേ, ചെളിയില്ലേ, നാം ഒഴുക്കിയ വിയർപ്പില്ലേ, നാം കൊടുത്ത പണമില്ലേ, അതൊക്കെ നാളെ പരലോകത്ത് നമുക്ക് സന്തോഷത്തിന്റെ അവസ്ഥ നൽകുന്ന അവസരങ്ങളായി മാറണം. അല്ലാഹുവേ, നീ അതിന് തൗഫീഖ് നൽകണേ. സഹോദരങ്ങളെ, വിചാരണയുടെ രണ്ടാമത്തെ ഘട്ടം നമ്മൾ ചെയ്ത നന്മയും തിന്മയും എല്ലാം രേഖപ്പെടുത്തിയ രേഖ കയ്യിൽ തരിക എന്നതാണ്. ആദ്യം നമുക്കൊന്ന് കാണിച്ചു തരും. മാലോകരുടെ മുന്നിൽ വെച്ച് നമ്മുടെ നന്മകളും തിന്മകളും കാണിക്കപ്പെടുമെങ്കിൽ രണ്ടാമത്തേത് അത് മുഴുവൻ രേഖപ്പെടുത്തിയ രേഖ നമ്മുടെ കയ്യിലേക്ക് തരികയാണ്. അല്ലാഹു പറയാണ്, വനുഖ്രിജു ലഹു യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അവനു വേണ്ടി നാം പുറത്തെടുക്കുന്നതാണ് കിതാബൻ യൽഖാഹു മൻശൂറാ. കിതാബൻ, ഒരു രേഖ പുറത്തെടുക്കുകയാണ്. യൽഖാഹു മൻശൂറാ, അതിങ്ങനെ പരത്തിവെച്ച രൂപത്തിൽ, നിവർത്തിവെച്ച രൂപത്തിൽ എല്ലാം വായിച്ചെടുക്കാൻ പറ്റുന്ന നിവർത്തിവെച്ച രേഖയായി അവന്റെ മുന്നിൽ തരും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് പറയുമത്രേ, ഇനി വിചാരണയുടെ ആവശ്യമൊന്നുമില്ല. എന്തേ കാരണം? നീ ചെയ്തത് എന്താണ് എന്ന് നിനക്ക് തന്നെ ബോധ്യപ്പെടാൻ പോവുകയാണ്. ഇഖ്റഅ കിതാബക കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇഖ്റഅ കിതാബക, എടോ നിന്റെ രേഖയൊന്ന് വായിച്ചു നോക്ക്. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതിയടോ. നീ ചെയ്തതെല്ലാം ഇതിലുണ്ട്. ബാത്റൂമിൽ വെച്ച് ചെയ്തത്, ബെഡ്റൂമിൽ വെച്ച് ചെയ്തത്, കളിസ്ഥലത്ത് വെച്ച് ചെയ്തത്, കുളിസ്ഥലത്ത് വെച്ച് ചെയ്തത്, ഹോസ്റ്റലിൽ വെച്ച് ചെയ്തത്, ഹോട്ടലിൽ വെച്ച് ചെയ്തത്. മനുഷ്യ, ആരും അറിയില്ലെന്നല്ലേ നീ വിചാരിച്ചത്? ഇഖ്റഅ കിതാബക, എടോ നിന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്ക് എന്ന് മനുഷ്യന്റെ മുന്നിൽ പറയുമ്പോൾ, സഹോദരങ്ങളെ, ആ ഗ്രന്ഥം വലത് കൈയിലൂടെ സന്തോഷത്തോടെ വാങ്ങാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹ് പറയാണ്, ആ വലത് കൈയിൽ ഗ്രന്ഥം കിട്ടുന്ന മനുഷ്യർ പറയുമത്രേ, ഹാഉ മുഖ്റഊ കിതാബിയ, വായിച്ചു നോക്കൂ എന്റെ ഗ്രന്ഥം, എന്റെ രേഖയൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ വളരെ സന്തോഷത്തിലാണ്. ഞാൻ ചെയ്ത നന്മകൾ ഇതിലുണ്ട്. ഞാൻ നിസ്കരിച്ച നമസ്കാരമുണ്ട്. ഞാൻ അനുഷ്ഠിച്ച നോമ്പുണ്ട്. ഞാൻ കൊടുത്ത സക്കാത്തുണ്ട്. എന്റെ ഭാര്യയോട് മാന്യമായാണ് ഞാൻ പെരുമാറിയത്.
അവൻ ചെയ്ത എല്ലാ നന്മകളും ധാരാളം ഉണ്ടായിട്ട് അവൻ സന്തോഷിക്കുന്ന ഒരു അവസ്ഥയിൽ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും വലത് കൈയിൽ ഗ്രന്ഥം വാങ്ങുന്ന ആളുകൾക്കുണ്ടാവുക എന്നാണ്. എന്നാൽ ഇടത് കൈയിൽ പിറകിലൂടെ ഗ്രന്ഥം വാങ്ങുന്ന മനുഷ്യർ പറയുന്നത് എന്താണ്? ഇങ്ങനൊരു രേഖ കിട്ടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഇങ്ങനൊരു വിചാരണ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്, ഇതെന്തൊരു രേഖയാണ്. മാലിഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ ഹിസ്വാഹാ. ചെറുതും വലുതുമായ ഒന്നും ഇതിൽ രേഖപ്പെടുത്താതെ വിട്ടുകളഞ്ഞിട്ടില്ലല്ലോ. അവൻ നിസാരമായി വിചാരിച്ച, ഇതൊക്കെ ചെറുതല്ലേ എന്ന് അവൻ വിചാരിച്ച എല്ലാം രേഖപ്പെടുത്തിയ ഒരു രേഖ സുഹൃത്തുക്കളെ നമ്മുടെ കയ്യിൽ കിട്ടും. ആ ഒരു ബോധമായിരിക്കണം. ഒരു തിന്മയിലേക്ക് അടുക്കുമ്പോ നമ്മുടെ മനസ്സ് മന്ത്രിക്കണം, ഞാൻ ഈ ചെയ്യുന്നത് ആ രേഖയിൽ ഉണ്ടാകും എന്ന ബോധം. ഒരു നന്മ ചെയ്യുമ്പോ നമ്മുടെ മനസ്സ് പറയണം, ഞാൻ ഈ ചെയ്യുന്ന നന്മ എനിക്ക് വേണ്ടി, എനിക്ക് സന്തോഷം നൽകാൻ എന്റെ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തുന്നുണ്ട് എന്ന ബോധം വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നു. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. അതേ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായി തയ്യാറായി രേഖപ്പെടുത്താൻ കാത്തു നിൽക്കുന്ന മലക്കുകൾ രേഖപ്പെടുത്താതെ ഒരു വാക്കുപോലും നിങ്ങൾ ഉരിയാടുന്നില്ല. ഇത് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനി ശിമാലി ഖഈദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുക്കാതെ നിങ്ങൾക്കൊന്നും പറയുക സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് നമുക്ക് എല്ലാം രേഖപ്പെടുത്തിയ രേഖ കിട്ടും എന്ന ബോധം, അതാണ് ഹിസാബിന്റെ വിചാരണയുടെ രണ്ടാമത്തെ ഇനമായി, രണ്ടാമത്തെ ഘട്ടമായി വിശുദ്ധ ഖുർആനും പ്രവാചക വചനങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഖുർആൻ പറയാണ്, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. 82-ാം അധ്യായം സൂറത്തുൽ ഇൻഫിത്വാറിലെ 10, 11, 12 ആയത്തുകളാണ്. എന്താ അല്ലാഹു പറഞ്ഞത്? വഇന്ന അലൈക്കും ലഹാഫിളീൻ, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. കിറാമൻ കാതിബീൻ, അവർ മാന്യന്മാരായി എല്ലാം എഴുതി രേഖപ്പെടുത്തുകയാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതൊക്കെയും അവരറിയുന്നുണ്ട്. കൃത്യമായി അറിയുന്ന അല്ലാഹു രേഖപ്പെടുത്താൻ ഏൽപ്പിച്ച മലക്കുകൾ മേൽനോട്ടം വഹിക്കാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഖുർആൻ പറയണേ, വഹുവ മഅക്കും ഐനമാ കുൻതും. ഖുർആനിന്റെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 4-ാമത്തെ വചനമാണ്. 50-ാം അധ്യായം സൂറത്തു ഖാഫിലെ 16-ൽ അല്ലാഹു പറഞ്ഞത് എന്താണ്? തീർച്ചയായും നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നത് പോലും നാം അറിയുന്നുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവന്റെ ജീവനാഡിയേക്കാളും അടുത്തവനാണ് ഞാൻ. എല്ലാം രേഖപ്പെടുത്തുന്ന, മനസ്സ് മന്ത്രിക്കുന്നത് പോലും കൃത്യമായി അറിയുന്ന റബ്ബിനെ ഭയപ്പെടാൻ വിശ്വാസികളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്ന ഓരോരോ ഉപദേശങ്ങളും ഒന്നിനു പിറകെ ഒന്നായി നമുക്കിങ്ങനെ പഠിപ്പിച്ചു തരികയാണ്. ആദ്യം പറഞ്ഞു, മോനെ നീ ശിർക്ക് ചെയ്യരുത്, അത് വലിയ അക്രമമാണ്, കൊടുംപാതകമാണ്, വൻപാപമാണ്, അത് നീ ചെയ്യരുത് എന്ന് പറഞ്ഞു. മോനെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, അവർ ശിർക്ക് ചെയ്യാൻ നിന്നെ നിർബന്ധിച്ചാലല്ലാതെ നല്ല കാര്യങ്ങളിൽ അവരോട് നീ സഹകരിക്കണം. ദുനിയാവിൽ അവർക്ക് അവർ ശിർക്ക് ചെയ്യാൻ നിർബന്ധിച്ചാലും അതിനോട് അനുസരണക്കേട് കാണിക്കുകയും ദുനിയാവിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നീ ചെയ്തു കൊടുക്കുകയും വേണം എന്നൊക്കെ പറഞ്ഞിട്ട് 3-ാമത്തെ ഉപദേശം എന്താണ്? യാ ബുനയ്യ ഇന്നഹാ ഇൻ തഖു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകുൻ ഫീ സഖറ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർള് യഅതി ബിഹല്ലാഹ് ഔ ഫിസ് സമാവാതി വൽ അർള് യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. തീർച്ചയായും അല്ലാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞനുമാണ്, നിഗൂഢജ്ഞനാണ്, എല്ലാം അറിയുന്നവനാണ്, രഹസ്യവും പരസ്യവും അറിയുന്നവനാണ്. അതുകൊണ്ട് മോനെ, ആകാശങ്ങളിലോ ഭൂമിയിലോ പർവ്വതത്തിനുള്ളിൽ വെച്ചോ നീ ചെയ്താലും അല്ലാഹു അത് കൊണ്ടുവരും മോനെ.
വിചാരണക്ക് നമ്മുടെ മുന്നിൽ അത് ഹാജരാക്കും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു അത്തരം ഒരു ബോധത്തോടെ ആ രേഖയിൽ ധാരാളം നന്മകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് ഒരുങ്ങാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തതിന് സാക്ഷികളെ അള്ളാഹു ഹാജരാക്കുക എന്നതാണ്. അതാണ് മൂന്നാമത്തെ വിചാരണ ഘട്ടമായി വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആദ്യം നമുക്കൊന്ന് കാണിച്ചു തരും, പിന്നീട് നമ്മൾ ചെയ്തതിന്റെ രേഖ കയ്യിൽ തരും, പിന്നീട് അതിനെതിരെ സാക്ഷി പറയാൻ, അതിനെ തെളിവ് ഹാജരാക്കാൻ അള്ളാഹു സാക്ഷികളെ കൊണ്ടുവരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാഗ്രഹം, മറ്റുള്ളവർ ഖുർആൻ ഓതുന്നത് കേട്ടിട്ട് ഒന്ന് സന്തോഷിക്കണം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ച്, യാ അബ്ദുള്ള നീ ഒന്ന് ഓത്, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം തിരിച്ചു ചോദിച്ചു, റസൂൽ നിങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങിയത്, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓതി തരികയോ? മറ്റുള്ള ഒരാൾ ഓതുന്നത് കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ് അബ്ദുള്ള. ഇന്നി യുഹിബ്ബു അൻ അസ്മഅ മിൻ ഗൈരി, മറ്റൊരാളിൽ നിന്ന് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് ഓത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സൂറത്തുൻ നിസാ ഓതാൻ തുടങ്ങി. 41ാമത്തെ ആയത്തെത്തി. എന്താണ് ആയത്തിലുള്ളത്? ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലായി ഷഹീദാ. ഓരോ ഉമ്മത്തിനും എതിരെ സാക്ഷി പറയാൻ ആ ഉമ്മത്തിലേക്ക് വന്ന പ്രവാചകന്മാരെ നാം ഹാജരാക്കുന്ന ദിവസം വന്നാൽ, ഓ പ്രവാചകരെ, താങ്കളുടെ ഉമ്മത്തിനെതിരെ സാക്ഷി പറയാൻ താങ്കളെയും ഹാജരാക്കിയാൽ, റസൂലുള്ള പറയുകയാണ് മതി മതി ഇബ്നു മസ്ഊദേ എന്ന് പറഞ്ഞ് ഓത്ത് നിർത്താൻ ആവശ്യപ്പെട്ടപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രവാചകനെ നോക്കുന്നു. റസൂലുള്ള കരയുകയാണ്, എന്റെ ഉമ്മത്തിനെതിരെ സാക്ഷി പറയാൻ എന്നെ അള്ളാഹു ഹാജരാക്കുമല്ലോ എന്നോർത്ത് റസൂലുള്ള കരയുകയാണ്. സഹോദരൻ, അങ്ങനത്തെ ഒരു രംഗം ആലോചിക്കും നിങ്ങൾ. നമുക്കെതിരെ നമ്മുടെ നേതാവായ മുത്ത് റസൂൽ സാക്ഷി പറയാ. അത് ഏറ്റവും പ്രധാനമായി നമുക്കെതിരെ പറയാ എന്താണെന്നറിയോ? നമ്മൾ ഖുർആനിനെ അവഗണിച്ചാൽ, ഖുർആൻ പഠിക്കാതെ, പാരായണമില്ലാതെ, ഖുർആനുമായി ബന്ധമില്ലാതെ ജീവിച്ചാൽ, വഖാല റസൂൽ, ആ റസൂൽ പറയും, യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ. അല്ലാഹുവേ, എന്റെ ഈ ഉമ്മത്തിന്റെ നന്മക്ക് വേണ്ടി അവതരിപ്പിച്ച ഖുർആൻ അവഗണിച്ചവരാണ് റബ്ബേ, പരിഗണിച്ചില്ല റബ്ബേ, അഗണ്യകോടിയിൽ തള്ളിക്കളഞ്ഞു നാഥാ. ഇന്ന് ഈ ഉമ്മത്ത് ഖുർആൻ പഠിച്ചില്ലെങ്കിൽ അവർക്കെതിരെ ജീവിതത്തിൽ ഈ ഉമ്മത്തിന്റെ സന്തോഷത്തിനു വേണ്ടി അധ്വാനിച്ച, കാരുണ്യത്തോട് അനുവർത്തിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പറയുന്ന ഒരു രംഗം വരുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രവാചകന്മാരെ ഉമ്മത്തിനെതിരെ സാക്ഷിയായി കൊണ്ടുവരും. മാത്രമല്ല, അവനവന്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും അവനെതിരെ സാക്ഷി പറയും. വിശുദ്ധ ഖുർആൻ ആ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹ് പറയാണ്, അൽ യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്നേ ദിവസം നാം അവരുടെ വായകൾക്ക് സീൽ വെക്കും, അവരുടെ വായകൾ തുറക്കാൻ പറ്റാത്ത വിധം നാം അടച്ചുപൂട്ടും. വതുകല്ലിമുനാ ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങും. വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ അതിന് സാക്ഷി പറയും. ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്ത് കൂട്ടിയ ഓരോന്നിനും അവരുടെ കൈകൾ സംസാരിക്കുകയും അതോടൊപ്പം അവരുടെ കാലുകൾ അതിനെതിരെ സാക്ഷി പറയുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എത്രത്തോളം എന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ഫുസ്സിലത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, വയൗമ യുഹ്ശറു അഅദാഉല്ലാഹി ഇലന്നാർ ഫഹും യൂസഊൻ. അല്ലാഹു അവിശ്വാസികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഹാജരാക്കും. ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും, അവരെങ്ങനെ കൊണ്ടുവരുമ്പോ അവരുടെ ചെവി അവർക്കെതിരെ എങ്ങനെ പറയും. വഅബ്സ്വാറുഹും, അവരുടെ കണ്ണുകളും അവർക്കെതിരെ പറയുകയാണ്. വജുലൂദുഹും, അവരുടെ തൊലികളും സംസാരിക്കുകയാണ്. ബിമാ കാനൂ യഅമലൂൻ, അവർ ചെയ്ത ഓരോ കാര്യങ്ങളും കണ്ണും കാതും തൊലികളും ഇങ്ങനെ സംസാരിക്കും, കൈകൾ സംസാരിക്കും. അപ്പോൾ വിഷമത്തോടെ അവർ തന്നെ ചോദിക്കുമത്രേ, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ, ഞങ്ങൾക്കെതിരെ എന്തിനാ നിങ്ങൾ സാക്ഷി പറയുന്നത്?
കണ്ണേ, കാതേ, തൊലി, എന്തിനാണ് എനിക്കെതിരെ സാക്ഷി പറയുന്നത്? ഖാലൂ, ആ തൊലി സംസാരിക്കും, കണ്ണും കാതും സംസാരിക്കും. അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ശൈ, എല്ലാത്തിനും സംസാരിക്കാൻ കഴിവ് കൊടുക്കുന്ന അള്ളാഹു ഇന്ന് ഞങ്ങൾക്കാ സംസാരിക്കാൻ കഴിവ് തന്നത്, ഞങ്ങളെ കൊണ്ടാ റബ്ബ് സംസാരിപ്പിക്കുന്നത് എന്ന് അവർ പറയും. വഹുവ ഖലഖകും അവ്വല മറ, ആദ്യ തവണ അവനല്ലേ നിങ്ങളെ സൃഷ്ടിച്ചത്. വഇലൈഹി തുർജഊൻ, അവനിലേക്കല്ലേ മടക്കപ്പെട്ടിട്ടുള്ളത്, അവനാ ഞങ്ങളെ സംസാരിപ്പിച്ചത് എന്ന് ആ തൊലികൾ പറയുന്ന രംഗം വരുമെന്ന് സഹോദരങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലെ ആയത്തോതി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതാണ് മൂന്നാമത്തെ ഘട്ടം. നാലാമത്തേത്, നമ്മൾ ചെയ്ത ഓരോ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വിധേയമാക്കിയിട്ട് നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണിച്ചു തരികയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മീസാനിൽ ആ അമലുകൾ ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഓരോന്നിന്റെയും അളവ്, തൂക്കം എത്രയുണ്ട് എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കും. 2 തരം അളവാണ് ഉണ്ടാകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉള്ള് അളക്കാനുള്ളത് അവന്റെ ഇഖ്ലാസാണ്. ഒരു കർമ്മത്തിന്റെ ആത്മാർത്ഥതയാണ് അളക്കുന്നത്, അവൻ എന്തിനാണ് അത് ചെയ്തത്. രണ്ടാമത്തെ അളവുകോല് അവൻ എങ്ങനെയാണ് ചെയ്തത്, റസൂലുള്ള പഠിപ്പിച്ച പോലെ ചെയ്തോ, അതാണ് പുറം അളക്കാനുള്ള അളവുകോൽ. അവൻ റബ്ബിന്റെ കൂലി ഉദ്ദേശിച്ചാണോ ചെയ്തത്, അതാണ് അകം അളക്കാനുള്ള അളവുകോൽ എന്ന് പ്രവാചക വചനങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അങ്ങനെ മീസാനിൽ നമ്മുടെ അമലുകൾ വെച്ച് നോക്കും. ഖുർആൻ പറയാണ്, വൽ വസ്നു യൗമഇദിനിൽ ഹഖ്, അന്നേ ദിവസം അളവുകോലിൽ ഓരോ കർമ്മങ്ങളും അളന്നു നോക്കും. തുലാസിൽ അവന്റെ അമലുകൾ വെച്ച് നോക്കും എന്നത് സത്യമാണ്. ഫമൻ സഖുലത് മവാസീനുഹു, ആ നന്മയുടെ ഭാഗം ആരുടേത് കനം തൂങ്ങുന്നുവോ, ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അക്കൂട്ടരാണ് വിജയിക്കുന്നത്. അല്ലാഹു ആ മീസാനിലേക്ക് ഭാരമുള്ള നല്ല നല്ല അമലുകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ. സഹോദരങ്ങളെ, അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യളിമൂൻ. 7-ാം അധ്യായം സൂറത്തുൽ അഅറാഫിലെ 8-9 ആയത്തുകളാണ്. ആരുടെ നന്മയുടെ ഭാഗം കുറഞ്ഞു പോയോ അവർ ആത്മനഷ്ടം വരുത്തിയവരാണ്, സ്വന്തത്തോട് തന്നെ നഷ്ടം വരുത്തിയവരാണ് അവരെന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമ്മൾ ഓരോ അമലും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ മീസാനിലേക്ക് പോകണം, ഇത് അവിടെ തൂക്കമുണ്ടാകണം, അവിടെ ഭാരമുണ്ടാകണം എന്ന ബോധത്തോടു കൂടിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഖുർആൻ പറഞ്ഞു, ഫമൻ സഖുലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈകല്ലദീന ഖസിറൂ അൻഫുസഹും ഫീ ജഹന്നമ ഖാലിദൂൻ. നേരത്തെ പറഞ്ഞ അതേ ആശയം വരുന്ന മറ്റൊരായത്ത് 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂനിലെ 102, 103 ആയത്തുകളാണ്. നമുക്ക് പരിചയമുള്ള സൂറത്താണ് സൂറത്തുൽ ഖാരിഅ. അതിൽ അല്ലാഹു പറഞ്ഞത് എന്താ, ഫഅമ്മാ മൻ സഖുലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാളിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അന്നേ ദിവസം ആരുടെ നന്മയുടെ ഭാഗം ഭാരം തൂങ്ങുന്നുണ്ടോ അവർ സന്തോഷകരമായ സംതൃപ്തകരമായ ഒരു ജീവിതത്തിലായിരിക്കും. നന്മയുടെ ഭാഗം ആരുടേത് കനം കുറഞ്ഞു പോകുന്നുവോ അവർ ഹാവിയത്താണ്. എന്താണ് ഹാവിയ, എന്താണതെന്ന് നിനക്കറിയുമോ? അത് ചൂടേറിയ നരകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖാരിഅയിലെ 6 മുതൽ 11 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മീസാനിലേക്ക് എല്ലാ അമലും വെക്കും, എല്ലാ അമലും വെക്കും. എൻ്റെ ഈ സംസാരം, നിങ്ങളുടെ ഈ കേൾവി, എൻ്റെ ഈ യാത്ര, നമ്മളുടെ ഈ ഇരുത്തം, നമ്മുടെ നടത്തം, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ചലനവും മീസാനിലേക്ക് ഇങ്ങനെ വെച്ച് നോക്കും. ഖുർആൻ പറഞ്ഞത് എന്താ അറിയോ? ഒന്നിനെ കുറിച്ചും ചോദിക്കാതെ പോവുകയില്ല എന്നാണ്. സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, അനുഭവിച്ച ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ചും നാളെ റബ്ബിന്റെ മുന്നിൽ ചോദിക്കപ്പെടും. എത്രത്തോളം അനുഗ്രഹങ്ങളിൽ ആദ്യമായി ചോദിക്കപ്പെടുക 2 കാര്യങ്ങളായിരിക്കും. ഹിസാബിന്റെ ദിവസം, വിചാരണയുടെ ദിവസം നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങളിൽ ആദ്യമായി ചോദിക്കുന്നത് 2 കാര്യത്തെ കുറിച്ചായിരിക്കും. ഒന്ന്, എടോ നിനക്ക് വെള്ളം കുടിക്കാൻ കഴിഞ്ഞില്ലേ, നിനക്ക് നല്ല തണുത്ത വെള്ളം കുടിക്കാൻ സാധിച്ചില്ലേ, റബ്ബ് ചോദിക്കും, പ്രത്യേകം ചോദിക്കും. രണ്ടാമത്തേത്, അലം ഉസിഹ ജിസ്മക,
എടാ നിന്റെ ശരീരത്തിന് ഞാൻ ആരോഗ്യം തന്നില്ലേ? അലം ഉർവിക്കൽ മാഅൽ ബാരിദ്, നല്ല വെള്ളം കുടിക്കാൻ ഞാൻ തൗഫീഖ് ചെയ്തില്ലേ? സഹോദരങ്ങൾ, അത് രണ്ടും എടുത്താൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തിന്റെ ആഴം എത്രയാണ്. വെള്ളം കുടിക്കാൻ കഴിയാത്ത എത്ര ആളുകളുണ്ട്. ഒരു ദിവസം 6-7 ഗുളിക കഴിക്കണം, പക്ഷെ ഒരു ഗ്ലാസ് വെള്ളേ കുടിക്കാൻ പറ്റുള്ളൂ. ഗുളികയോടൊപ്പം ഒന്ന് ഇറക്കാൻ പോലും അത് തികയില്ല എന്ന് പറയുന്ന രോഗികൾ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹു നമ്മളോട് ചോദിക്കും, ദിവസവും വെള്ളം കുടിച്ച നമ്മളോട് ചോദിക്കും, നിനക്ക് വെള്ളം കുടിക്കാൻ സാധിച്ചില്ലേ? ഇവിടെ വന്നിരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ? ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ആരോഗ്യത്തോടെ നമ്മൾ എഴുന്നേറ്റില്ലേ? അള്ളാഹ് ചോദിക്കും, എടോ നിന്റെ ശരീരത്തിന് ആരോഗ്യം തന്നില്ലേ എന്ന് ചോദിക്കും. ഇന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ചില ചോദ്യങ്ങൾക്ക് വിധേയരാകാതെ അവിടെ ഒരാളും രക്ഷപ്പെടുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ച് പറഞ്ഞത്, ചില ചോദ്യങ്ങൾ പ്രത്യേകം വിചാരണയ്ക്ക് വിധേയമാക്കാതെ കാല് ചലിപ്പിക്കാൻ കഴിയില്ല എന്നാണ്. അവന്റെ ആയുസ്സിനെ കുറിച്ച് എന്തിനാണത് ചെലവഴിച്ചത്? അവന്റെ ശരീരത്തെക്കുറിച്ച് എന്തിനാണത് വിനിയോഗിച്ചത്? അവന്റെ യുവത്വത്തെക്കുറിച്ച് എന്തിനാണത് ഉപയോഗപ്പെടുത്തിയത്? അവന്റെ സമ്പത്തിനെ കുറിച്ച് എവിടുന്ന് കിട്ടി, എന്തിൽ ചിലവഴിച്ചു? സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ മാത്രം 2 ചോദ്യമാണ്. അവിടെ എങ്ങനെ കിട്ടി, എവിടെ ചെലവഴിച്ചു? സമ്പാദ്യവും വിനിയോഗവും ഹലാലും തൊയ്യിബുമായിരിക്കണം എന്നർത്ഥം. എങ്ങനെ കിട്ടി എന്നതും ഏത് മാർഗത്തിൽ ചെലവഴിച്ചു എന്നതും വിചാരണക്ക് വിധേയമാകും. സുഹൃത്തുക്കളെ, അപ്പൊ പറയാൻ പറ്റണം, എനിക്ക് ഹലാലല്ലാത്ത ഒരു രൂപ പോലും ഞാൻ സമ്പാദിച്ചിട്ടില്ല എന്ന്. എന്റെ റബ്ബിന് ഇഷ്ടമില്ലാത്തൊരു മാർഗത്തിൽ ഒരു 10 രൂപ പോലും ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റണം. ഒരു ഹറാമിന് വേണ്ടി, ഒരു വൃത്തികേടിനു വേണ്ടി, ഒരു തിന്മക്ക് വേണ്ടി ഒരു നയാ പൈസ ഞാൻ ചെലവഴിച്ചിട്ടില്ല എന്ന ഉറച്ച വിശ്വാസം സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഞാൻ ദീർഘമായി പറയുകയല്ല. സഹോദരങ്ങളെ, അന്ന് മീസാനിൽ നമ്മുടെ കർമ്മങ്ങൾ വെക്കുമ്പോൾ നന്മയുടെ ഭാഗത്ത് ഏറ്റവും കനം തൂങ്ങുന്ന ചില പ്രത്യേക കാര്യങ്ങൾ ജീവിതത്തിൽ കള്ളം പറയാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത്, ആദ്യത്തേത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്താണ്. ഏറ്റവും ഭാരമുള്ള കലിമത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ സയുഖല്ലിസു റജുലൻ മിൻ ഉമ്മത്തി അലാ റൂസിൽ ഖലായിഖ് യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അല്ലാഹു എല്ലാ മനുഷ്യരുടെയും മുന്നിൽ വെച്ച് ഒരാളെ മാത്രം ഒറ്റപ്പെടുത്തി ഇങ്ങനെ കൊണ്ടുപോകും. എല്ലാവരുടെയും ശ്രദ്ധ അവനിലേക്കാകും. കാരണം ഒരാളെ മാത്രം കൂട്ടത്തിൽ നിന്ന് വേറെടുത്തി കൊണ്ടുപോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുന്നിൽ അവൻ ചെയ്ത തിന്മകളുടെ 99 കെട്ട് ഫയൽ വെച്ച് കൊടുക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, കുല്ലു സിജില്ലിൻ മിസ്ലു മദ്ദിൽ ബസർ. ഓരോന്നും കണ്ണെത്താ ദൂരത്തേക്കുണ്ടാകും. അത്രയും തിന്മകൾ ചെയ്തത് ഓരോന്നും വെച്ച് നോക്കുമ്പോ ഓരോന്നും 99 ഫയലുകളും കണ്ണെത്താ ദൂരത്തേക്കുണ്ടാകും. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവനോട് ചോദിക്കും, അതുൻകിറു മിൻ ഹാദാ ഷൈഅ, ഇതിലേതെങ്കിലും ഒന്ന് നീ ചെയ്തതല്ല എന്ന് നിഷേധിക്കാൻ നിനക്ക് കഴിയുമോ? അളലമക കതബത്തിൽ ഹാഫിളൂൻ, ഹഫളത്ത് രേഖപ്പെടുത്തുന്ന മലക്കുകൾ ഏതെങ്കിലും വെറുതെ എഴുതിയതാണ് എന്ന് നിനക്ക് അഭിപ്രായമുണ്ടോ? ഫയഖൂൽ ലാ യാ റബ്ബ്, ഇല്ല പടച്ചോനെ, ഇതൊക്കെ ഞാൻ ചെയ്തു പോയത് തന്നെയാണ് എന്ന് അവൻ സമ്മതിക്കും. അല്ലാഹ് ചോദിക്കും, ഫയഖൂലു അഫലക ഉസ്ർ, നിനക്ക് വല്ല ഒഴിവ് കഴിവും പറയാനുണ്ടോ? പരലോകത്ത് ഒഴിവ് കഴിവ് പറയാൻ പറ്റുന്ന 3 കാര്യമുണ്ട്. 3 കാര്യങ്ങൾ കാരണമാണ് നാം ചെയ്തതെങ്കിൽ ഒഴിവ് കഴിവുണ്ട്, അതുണ്ടോ എന്ന് ചോദിക്കും. ഏതാണ് 3 കാര്യം? 1, തെറ്റാണെന്നറിയാതെ ചെയ്തത്, ഖതഅ്. 2, മറന്നുകൊണ്ട് ചെയ്തത്, നിസ്യാൻ. 3, നിർബന്ധിക്കപ്പെട്ട് ചെയ്തത്, അൽ-ഇസ്തിക്റാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജാവസ് അൻ ഉമ്മത്തി, ഈ ഉമ്മത്തിന് അല്ലാഹു വിട്ടുകൊടുക്കും അൽ ഖതഉ വന്നിസ്യാനു വമസ്തുക്രിഹു അലൈഹി, തെറ്റാണെന്നറിയാതെ ചെയ്ത അബദ്ധങ്ങളും അവൻ മറന്നു പോകുന്ന തിന്മകളും അവൻ നിർബന്ധിത സാഹചര്യത്തിൽ ചെയ്തു പോയ പാപങ്ങളും അള്ളാഹുവിന് വിട്ടുകൊടുക്കും. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും. അല കൗദർ, വല്ല ന്യായവും പറയാണ്ടോ? അതും ഇല്ല എന്ന് യഖൂലു ലാ യാ റബ്ബ്, അവൻ പറയും, ഇല്ല പടച്ചോനെ, അങ്ങനത്തെ ഒന്നും ഇതിലില്ല, ഈ രേഖപ്പെടുത്തിയത് മുഴുവൻ അതിലൊന്നും പെടാത്തതാണ്. ഫയഖൂലു ബലാ ഇന്ന ലക ഇൻദനാ ഹസന, എന്നാൽ നിനക്ക് ഇനി ചില നന്മകൾ കാണിക്കാൻ പോകുകയാണ്.
എന്നിട്ട് അവന്റെ മുന്നിൽ അവിടെ ഒരു ബിത്വാഖ ഫയുഖ്റജു ലഹു ബിത്വാഖ, ഒരു കാർഡ് അവന്റെ മുന്നിൽ എടുത്ത് കാണിക്കപ്പെടും. ഫിഹാ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ ചൊല്ലിയ അവൻ വഹിച്ച ഷഹാദത്തിന്റെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ മനുഷ്യൻ ചോദിക്കുമത്രേ, ഈ 99 തിന്മകളുടെ കെട്ട് ഫയലിന് മുന്നിൽ ഈ ചെറിയ കാർഡ് എന്ത് ഫലം ചെയ്യാനാ? അള്ളാഹു പറയും, എന്ത് ഫലം ചെയ്യുമെന്ന് നീ നോക്കിക്കാണുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവന്റെ 99 ഫതൂദഉൽ സിജില്ലാതു ഫീ കഫ വൽ ബിതാഖതു ഫീ കഫ. മീസാനിന്റെ ഒരു തട്ടിൽ അവൻ ചെയ്ത 99 കെട്ട് ഫയലും വെക്കും. മീസാനിന്റെ മറുതട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബിതാഖത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് വെച്ചു കൊടുക്കും. റസൂലുള്ളാഹി പറയുകയാണ്, ഫതാശത്തിസ് സിജില്ലാത്ത്, ആ ഇടതുഭാഗത്ത് വെച്ച തിന്മയുടെ കെട്ട് ഫയലില്ലേ അത് മുകളിലേക്ക് പാറിപ്പോവുകയാണ്. വൽ ബിതാഖത്തു ഫീ കഫ, ആ ബിതാഖത്ത് വെച്ച കഫത്തില്ലേ വസഖലത്തുൽ ബിതാഖ, ആ തട്ടിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹുടെ കാർഡ് വെച്ച തട്ടിങ്ങനെ ഭാരം കൊണ്ട് താഴ്ന്നു പോവുകയാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫലാ യസ്കുലു മഅസ്മില്ലാഹി ഷൈഉൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയോടൊപ്പം ഭാരം നൽകുന്ന അത്ര ഭാരം ഉണ്ടാക്കുന്ന ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കൂല. പക്ഷെ ആ ബോധത്തോടെ നമ്മൾ ഒരു തവണയെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കണോ എന്ന് സ്വന്തത്തോട് ചോദിക്കുക. എന്റെ പരലോകത്ത് മീസാനിൽ അമലുകൾ വെച്ച് തൂക്കുമ്പോ ഏറ്റവും ഭാരമുള്ള കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന ബോധത്തോടെ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ടോ? അതല്ല, കുറെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു അറിവും ബോധമൊന്നുമില്ലെങ്കിലോ? സഹോദരങ്ങളെ, അതുകൊണ്ട് ചൊല്ലുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മാർത്ഥമാക്കാൻ ശ്രമിക്കണം എന്നർത്ഥം. മീസാനിൽ ഭാരമുണ്ടാക്കുന്ന 2 കാര്യങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ ഹദീസായി കൊണ്ടുവരുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ, നാവിന് പറയാൻ വളരെ എളുപ്പമുള്ള 2 വാക്കുകളുണ്ട്. സഖീലത്താനി ഫിൽ മീസാൻ, മീസാനിൽ ഭാരമുണ്ടാക്കുന്ന 2 കലിമത്തുകളാണ്. ഹബീബത്താനി ഇലർ റഹ്മാൻ, പരമകാരുണികനായ റബ്ബിന് ഏറെ ഇഷ്ടമുള്ള 2 കലിമത്തുകളാണ്. സുബ്ഹാനല്ലാഹിൽ അലീം, സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ധാരാളമായി ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. മറ്റൊന്ന്, ജുവൈരിയ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബ്ഹ് കഴിഞ്ഞ് എന്റെ അടുക്കലേക്ക് വന്നു. ഞാൻ ദിക്റുകൾ ചൊല്ലി ഇരിക്കുകയായിരുന്നു. എന്നോടൊന്നും സംസാരിക്കാതെ, ഞാൻ ചൊല്ലുന്ന ദിക്റുകൾക്ക് തടസ്സം നിൽക്കാതെ പ്രവാചകൻ അവിടുന്ന് പോയി. കുറെ സമയം കഴിഞ്ഞ് അങ്ങോട്ട് തന്നെ വന്നപ്പോഴും ഞാൻ ദിക്റുകൾ ചൊല്ലി ഇരിക്കുകയായിരുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, നീ എന്താണ് ചെയ്യുന്നത്? പ്രവാചകരെ, ഞാൻ ദിക്റുകളിലാണ് എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അപ്പൊ പ്രവാചകൻ എന്നോട് പറഞ്ഞു, ജുവൈരിയ, നീ ഇത്രയും സമയം ചൊല്ലിയ മുഴുവൻ ദിക്റുകളും മീസാനിലെ ഒരു തട്ടിലും ഞാൻ വെറും 3 തവണ ചൊല്ലിയ മറ്റൊരു ദിക്ർ മീസാനിന്റെ മറുതട്ടിലും വെച്ചാൽ ഞാൻ ചൊല്ലിയ ദിക്റുകൾ വെച്ച തട്ടിനാണ് ഭാരം തൂങ്ങുക ജുവൈരിയ എന്ന് പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത് എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഇത് മീസാനിൽ വലിയ ഭാരമുണ്ടാക്കുന്ന ദിക്റാണ്. ധാരാളമായി ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് എന്ന വാക്ക് മീസാനിനെ എങ്ങനെ നിറച്ചു നിർത്തും. മീസാനിൽ ഭാരം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ അൽഹംദുലില്ലാഹ് എന്ന വാചകം ചൊല്ലുന്നവർക്കുണ്ടാകും. വസുബ്ഹാനല്ലാഹ് വല്ലാഹു അക്ബർ തംലഉ മാ ബൈനസ് സമാഇ വൽ അർള്. ആകാശഭൂമികൾ മുഴുവൻ നിറക്കുന്ന അത്ര മീസാനിലേക്ക് ഭാരമായി അൽഹംദുലില്ലയും സുബ്ഹാനല്ലയും അല്ലാഹു അക്ബറും ഒക്കെ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ആ രേഖ കയ്യിൽ കിട്ടിയിട്ട് മീസാനിൽ കൊണ്ടുപോയി വെക്കുന്ന അമലുകളിൽ ഏറ്റവും അധികം തവണ വരേണ്ടത് എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് എന്ന വാചകമാണ്. ഏറ്റവും അധികം തവണ വരേണ്ട ദിക്ർ ഏതാണ്? അസ്തഗ്ഫിറുല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥനാ വാചകം അൽഹംദുലില്ലാഹ്. ഏറ്റവും കൂടുതൽ എണ്ണം ഉണ്ടാകേണ്ടത് അസ്തഗ്ഫിറുല്ലാഹ്. റസൂലുള്ളാഹി പറഞ്ഞു, തൂബാ ലിമൻ വജദ ഫീ സഹീഫത്തിഹി ഇസ്തിഗ്ഫാറൻ കസീറ.
ധാരാളം അസ്തഗ്ഫിറുല്ലാ എന്ന് രേഖയിൽ ഉള്ളവർക്ക് എൻ്റെ മംഗളാശംസകൾ, എൻ്റെ ആശീർവാദങ്ങൾ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രവാചകൻ പറയുകയാണ്, ആ മീസാനിൽ ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് മാ മിൻ ഷൈഇൻ അസ്കലു ഫിൽ മീസാനി മിൻ ഹുസ്നിൽ ഖുലുഖ്. സൽ സ്വഭാവികൾക്ക് മീസാനിൽ നല്ല ഭാരമുണ്ടാകും. മനുഷ്യന്റെ അമലുകൾ മാത്രമല്ല, മനുഷ്യനെയും മീസാനിൽ തൂക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൽ സ്വഭാവിക്ക് ഭാരം കൂടുമെന്ന് അവിടുന്ന് നമുക്ക് അറിയിച്ചു. സൽ സ്വഭാവം മീസാനിൽ ഭാരമുണ്ടാക്കുന്ന കാര്യമാണ് എന്നും അവിടുന്ന് നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. മറ്റൊന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, മൻ തബിഅ ജനാസ ഹത്താ യുസല്ലിയ അലൈഹാ വയുഫ്റഗ മിൻഹാ ഫലഹു ഖിറാത്താൻ. ആരെങ്കിലും മയ്യത്ത് സംസ്കരണ മുറകളിൽ മുഴുകുകയാണെങ്കിൽ അവന് 2 ഖിറാത്ത് പ്രതിഫലമുണ്ട്. അവൻ നമസ്കരിക്കുന്നത് വരെ മാത്രം ഉള്ളുവെങ്കിൽ അവന് 1 ഖിറാത്ത് പ്രതിഫലമുണ്ട് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, വല്ലദീ നഫ്സ് മുഹമ്മദിൻ ബിയദിഹി, ഈ മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ലഹു അസ്കലു ഫീ മീസാനിഹി മിൻ ഉഹദ്. ആ ഉഹദ് മലയോളം ഭാരമുള്ള ഖിറാത്തിന്റെ ഭാരവും മീസാനിൽ അവനുണ്ടാകും. ഖിറാത്തിന്റെ അത്ര പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ധാരാളം ഹദീസുകളുണ്ട്. ഇമാം അഹ്മദിന്റെ റിപ്പോർട്ടിൽ ആ ഉഹദ് മലയോളം ഭാരവും ആ കർമ്മത്തിൽ മുഴുകുന്നവർക്ക് മീസാനിൽ ഉണ്ടാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ മഹ്ശറിൽ എരിപൊരി കൊള്ളുന്ന ദിവസത്തിൽ നാം രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? വിചാരണ കൂടാതെ സ്വർഗത്തിൽ പോകുന്നവർ ആരെല്ലാമാണ്? അവിടെ നിന്ദ്യരായി വഷളായി നിൽക്കുന്നവർ ആരെല്ലാമാണ് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് തുടർന്ന് നമുക്ക് വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ വന്നുപോയ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്തു തരണം റഹ്മാനെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.